ഭാസി, മാത്യു തോമസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ഉടുമ്പൻചോല വിഷനിലെ പുതിയ ഗാനം റിലീസ് ചെയ്തു. സിനിമയിലെ മെമ്മറി ബ്ലൂസ് എന്ന ഗാനമാണ് റിലീസ് ചെയ്തത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അൻവർ റഷീദിന്റെ സഹസംവിധായകനായിരുന്ന സലാം ബുഖാരിയുടെ ആദ്യ സ്വതന്ത്ര സംരംഭമാണ് ഉടുമ്പൻചോല വിഷൻ. ഗ്രീൻ പാരറ്റ് ടാക്കീസിന്റെ നിർമ്മാണത്തിൽ വിഷ്ണു ഉദയൻ സംവിധാനം ചെയ്യുന്ന ഹ്രസ്വചിത്രം ലൂയർ റിലീസ് ചെയ്തു. 2 സഹോദരങ്ങളുടെ ജീവിതം പറയുന്ന ഹ്രസ്വചിത്രത്തിൽ വിഷ്ണു നാറത്തും ശ്രുതി ബദ്രയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഗ്രീൻ പാരറ്റ്സിന്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും ഹ്രസ്വചിത്രം ലഭ്യമാണ്. മലയാളി റാപ്പർ വേടന്റെ മൊണോലോവ എന്ന ഗാനത്തിന്റെ ഒഫീഷ്യൽ വീഡിയോ പുറത്തിറങ്ങി. വേടന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് വീഡിയോ ഗാനം പുറത്തിറക്കിയത്. AI സാങ്കേതിക മികവോടെയാണ് ഗാനം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ബൽറാം ജെ സംവിധാനം ചെയ്തിരിക്കുന്ന ഗാനം പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരാധകർ ഏറ്റെടുത്തു. നേരത്തെ പല വേദികളിലും വേടൻ പാടിയിരുന്ന പാട്ട് ഔദ്യോഗികമായി കഴിഞ്ഞ ഏപ്രിൽ അവസാനമാണ് പുറത്തിറക്കിയത്. ആലപ്പുഴ ജിങ്കാന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തെത്തി. യൂണിവേഴ്സൽ സിനിമയുടെയും പാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെയും ബാനറിൽ ബി രാകേഷാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഖാലിദ് റഹ്മാന്റെ പുതിയ ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബോളിവുഡ് താരം കജോളിന്റെ ഹൊറർ ചിത്രം മാക്ക് ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം. ജൂൺ 27-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം കജോളിന്റെ മുൻ ചിത്രങ്ങളെക്കാൾ നേട്ടം ഉണ്ടാക്കിയെന്നാണ് വിവരം. ആദ്യ ദിനം 4 മുതൽ 5 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് എന്നാണ് കണക്ക്. തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് സേതുപതിയുടെ മകൻ സൂര്യ സേതുപതി ആദ്യമായി നായകനായി എത്തുന്ന ചിത്രം ഫീനിക്സ് തിയേറ്ററുകളിലേക്ക്. ജൂലൈ 4-ന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന്റെ സംവിധാനം ആക്ഷൻ കൊറിയോഗ്രാഫർ അനൽ അരശറാണ്. സാം CS ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വേറിട്ട വേഷപ്പകർച്ചയിൽ നടി രശ്മിക മന്ദാന. പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും റിലീസ് ചെയ്തു. മൈസ എന്നാണ് ചിത്രത്തിന്റെ പേര്. ദുൽഖർ സൽമാനാണ് മൈസയുടെ മലയാളം പോസ്റ്റർ റിലീസ് ചെയ്തത്. ചിത്രത്തിൽ വ്യത്യസ്തമായ വേഷത്തിലാണ് രശ്മിക എത്തുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും. രവീന്ദ്ര പുല്ലയാണ് ചിത്രത്തിന്റെ സംവിധാനം.